നമസ്കാരം പ്രിയരെ. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മറിയമ്മ. ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് എന്ത്? സ്വാധീനം. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ? ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ? അതെ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പണമാണ് അല്ലേ? പൊതുവെ പണത്തിന്മേലെ പരുന്തും പറക്കുന്നാണല്ലോ അല്ലേ? ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. കടലിൻ മീൻ പെരുകുമ്പോ കരയിൽ ചെന്നടിയുമ്പോ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോ വലയെല്ലാം ഉണങ്ങുമ്പോ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ലേ? ഇതിന്റെ തുടക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാനിപ്പോ തൽക്കാലം അത് പാടുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും പണം ആണ് ഒന്ന്. ആ പണം ഇല്ലാതാവുമ്പോഴോ എല്ലാവരും നമ്മളെ കൈയൊടിയും. പക്ഷേ എന്നാൽ പണം മാത്രമാണോ സ്വാധീനം? അല്ല. നമ്മുടെ ശബ്ദത്തിനടക്കം സ്വാധീനമുണ്ട്. നല്ല നല്ല സ്മൂത്തായിട്ടുള്ള, നല്ല സോഫ്റ്റ്നെസ്, നല്ല ക്യൂട്ടായിട്ടുള്ള ശബ്ദമാണെങ്കിലോ നമുക്ക് ആ ആളോട് ഒരു ഇഷ്ടം തോന്നും അല്ലേ? സ്വാഭാവികമാണ്. ഓ, അവരുടെ ആ ശബ്ദം കേൾക്കാൻ എന്ത് രസാ അല്ലേ? അതൊരു സ്വാധീനമാണ്. പിന്നെ നമ്മളുടെ ഡ്രസ്സിങ് അതൊരു സ്വാധീനമാണ്. ചിലവർ ആ ഡ്രസ്സ് കണ്ടാൽ അവർക്കും അതുപോലെ ആവണം എന്ന് തോന്നും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കൂടെ കൂടാൻ തോന്നും. അങ്ങനെയുള്ള ഡ്രസ്സിലൂടെ നമുക്ക് ഒരാളെ സ്വാധീനിപ്പിക്കാൻ പറ്റും. ഇനി പോവട്ടെ, നമ്മുടെ സംസാരത്തിലുള്ള ചില വാക്കുകൾ, ചില പദപ്രയോഗങ്ങൾ, ചില സാഹിത്യത്തിലൂടെ നിറഞ്ഞ ചില മധുരമാർന്ന വാക്കുകൾ, ഓരോ കാര്യത്തിലും നമുക്ക് ഒരാളെ സ്വാധീനിക്കാൻ പറ്റും. അതുപോലെ ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മളൊരു നല്ലൊരു കൂട്ടുകാരായിട്ടും, നല്ലൊരു ഒരുപാട് സേവനം ചെയ്യുന്ന, ഒരുപാട് സഹായം ചെയ്യുന്ന നല്ലൊരു സുഹൃത്തായിട്ടും മറ്റൊരാളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമ്മൾ ഒരാളുടെ പ്രശ്നം കേട്ടിരിക്കുക എന്നുള്ളതും വലിയൊരു സ്വാധീനമാണ്. നല്ലൊരു ലിസണർ ആവുക എന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഒരാൾ പറയുന്നത് അത് നല്ല രീതിയിൽ കേട്ടിരിക്കുക അല്ലേ? അത് കേട്ടിരിക്കാനുള്ള ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരാളെ സ്വാധീനിക്കാൻ പറ്റും. ആ ആളോട് വീണ്ടും കാര്യങ്ങൾ പറയും. പിന്നെ നമ്മുടെ എല്ലാത്തിലും നമുക്ക് ഓരോ സ്വാധീനം, എല്ലാ മേഖലയിലും, നമ്മുടെ വർക്കിലാണെങ്കിലും, നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും, നമ്മുടെ നടപ്പ്, അതായത് നമ്മുടെ വസ്ത്രധാരണയിലായാലും, നമ്മളെ ശബ്ദം കൊണ്ടായാലും, ഒന്നും വേണ്ട, നമ്മുടെ ഒരു പാട്ടിലൂടെ ആണെങ്കിലും, നമ്മളുടെ എല്ലാത്തിലൂടെയും നമുക്കൊരാളെ സ്വാധീനിപ്പിക്കാൻ പറ്റും. ആ സ്വാധീനം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ചിലവരൊന്നും അത് ചില സമയത്ത് പ്രായോഗികമാക്കുന്നില്ല എന്ന് മാത്രം. എല്ലാവർക്കും ഓരോരുത്തരുടെ സ്വാധീനം നല്ല രീതിയിൽ സ്വാധീനിപ്പിക്കാനും, മറ്റൊരാളെ നന്നായിട്ട് സ്വാധീനിപ്പിച്ചെടുത്ത് അവരെ പെരുവഴിയിലാക്കാതെ അവർക്കും മറ്റൊരാളുമായിട്ട് അങ്ങനെ സ്വാധീനിപ്പിച്ചെടുക്കാം, നല്ല രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.